जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौरभक्तवृंद जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौरभक्तवृंद। ओम ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरून् वैष्णवंश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च हे कृष्णकरुणासिन्धो दीनबन्धो जगत्पदे गोपेश गोपिकान्त राधाकान्त नमोस्तुते तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वंशकल्पतरुभ्यश्च कृपासिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ॐ विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने नमस्ते सरस्वती देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम राम हरे हरे मुखं करोति वाचालं पंगुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनता परमानन्दमाधवं श्रीचैतन्यमीश्वरम्। ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ചൈതന്യ ചരിതാമൃതം ആദിലീലയിലെ 6-ാമത്തെ അധ്യായം ശ്ലോകം 61. ശ്ലോകം 60 നമ്മൾ വായിച്ചു. മനസ്സോ വൃത്തയോ നസ്യോ കൃഷ്ണപാദാംബുജാശ്രയ വാചോ ഭീതായിനീർനാംനാം കായസ്തത് പ്രഹ്വണാദിഷു. 60 വായിച്ചു അല്ലേ? വായിച്ചതാണ്. कर्मभिर्भ्रामयामाणां यत्र क्वापीश्वरेच्छया मङ्गलाचरितैर्दानैरतिर्ना कृष्ण ईश्वरे. വായിക്കാം, തുടങ്ങാം. ഹരേ കൃഷ്ണ. ഓ നമോ ഭഗവതേ വാസുദേവായ. കർമ്മഭിർഭ്രാമ്യമാണാനാം യത്ര കോപീശ്വരേച്ഛയാ മംഗളാചരിതൈർദാനേ രതിർന കൃഷ്ണ ഈശ്വരേ. വിവർത്തനം ഭാവാർത്ഥം. ശ്രീലപ്രഭുപാദിക്ക് ജയ്. കർമ്മത്തിന്റെ സ്വാധീനത്തിൽ ഈശ്വരേച്ഛയാൽ ഞങ്ങൾ ഭൗതിക ലോകത്തിൽ എവിടെയെല്ലാം അലഞ്ഞു തിരിഞ്ഞാലും ഞങ്ങളുടെ മംഗളകരമായ പ്രവൃത്തികളും ദാനവുമെല്ലാം കൃഷ്ണനിലുള്ള ഞങ്ങളുടെ ആസക്തി വർദ്ധിക്കാൻ കാരണമാകട്ടെ. ഭാവാർത്ഥം. ശ്രീമദ് ഭാഗവതത്തിൽ നിന്നുള്ള ഈ ശ്ലോകങ്ങൾ 10, 47, 66, 67 നന്ദഗോപരുടെയും സഹവാസികളുടെയും നേതൃത്വത്തിലുള്ള വൃന്ദാവനവാസികൾ മധുരയിൽ നിന്ന് വന്ന ഉദ്ധവനോട് പറയുന്നതാണ്. ഹരേ കൃഷ്ണ പ്രഭുജി. ഉദ്ധവരോട് നന്ദമഹാരാജും പ്രജവാസികൾ പറയുന്ന ശ്ലോകങ്ങളാണ് 47-ാമത്തെ അധ്യായത്തിലെ ദശമസ്കന്ധത്തിൽ വരുന്ന ഈ ശ്ലോകങ്ങൾ. അപ്പോൾ ഇതിനു മുമ്പുള്ള ശ്ലോകത്തിൽ പറയുന്നു കൃഷ്ണനെക്കുറിച്ച്, അതായത് ഞങ്ങളുടെ മനസ്സോ വൃത്തിയോ നാസ്യു കൃഷ്ണപാദാംബുജാശ്രയ, ഞങ്ങളുടെ മനസ്സും പൂർണ്ണമായിട്ടും ഭഗവാന്റെ തൃപാദങ്ങളിൽ ആശ്രയിക്കട്ടെ. അതേപോലെ പറയുന്നു വാചോ ബീധായിനീർ നാം കായസ്തത് പ്രണവാദിഷു, നാവ് കൊണ്ട് ഭഗവാന്റെ നാമം മാത്രം ചൊല്ലുവാനും ശരീരം അദ്ദേഹത്തിന് മുമ്പിൽ നമസ്കരിക്കുവാനും ആയി മാറട്ടെ, അല്ലെങ്കിൽ മാത്രമായി മാറട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് ഇവിടെയും 2-ാമത്തെ ശ്ലോകത്തിലും നമ്മൾ കാണുന്നു. അദ്ദേഹം പറയുന്നു, നന്ദമഹാരാജ് ഈ ഭൗതിക ലോകത്തിൽ കർമ്മം അനുസരിച്ച് നമ്മൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നു.
എന്നാലും എന്താണെങ്കിലും എന്തൊക്കെയാണെങ്കിലും ഭഗവാനോടുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ് കൂടിക്കൂടി വരുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് അവരാഗ്രഹിക്കുന്നു. അതാണ് പറയുന്നത്. അടുത്ത ശ്ലോകം നോക്കാം. ശ്രീദാമാദി വ്രജയത സഖാര നിശ്ചയ ഐശ്വര്യജ്ഞാന കേവല സഖ്യമയ. ഹരേ കൃഷ്ണ. ശ്രീദാമാദിവ്രജയത സഖര നിചയ ഐശ്വര്യജ്ഞാനഹീന കേവല സഖ്യമയ. വിവർത്തനം. ശ്രീല പ്രഭുപാദ് കി ജയ്. വൃന്ദാവനത്തിലെ ശ്രീദാമൻ തുടങ്ങിയ സുഹൃത്തുക്കൾക്ക് ശ്രീകൃഷ്ണ ഭഗവാനോടുള്ള സ്നേഹം നിഷ്കളങ്കമായ മൈത്രിഭാവത്തിലാവുന്നു. അവർക്ക് അവിടുത്തെ ഐശ്വര്യങ്ങളെക്കുറിച്ച് തെല്ലും ജ്ഞാനമില്ല. ഹരേ കൃഷ്ണ. ശ്രീദാം കൃഷ്ണൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്. ശ്രീദാമും അതേപോലെ മറ്റുള്ള സുഹൃത്തുക്കളും സഖ്യരസത്തിലുള്ളവരാണ്. അവർക്ക് കൃഷ്ണനെ ഭഗവാനായിട്ട് കാണുന്നില്ല. കാര്യം അവരുടെ ഭാവം അങ്ങനെയല്ല, സഖ്യഭാവമാണ്. കൃഷ്ണ സംഗേ യുദ്ധ കരെ സ്കന്ദേ ആരോഹൺ താരദാസ്യ ഭാവേ കരെ ചരണ സേവൻ. ഹരേ കൃഷ്ണ പ്രഭു. വൈഷ്ണവജി. ഹരേ കൃഷ്ണ. കൃഷ്ണ സംഗേ യുദ്ധകാരേ കന്ദേ ആരോഹണ താരദാസ്യ ഭാവേ കാരേ ചരണ സേവന. വിവർത്തനം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭയ ശരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. അവർ കൃഷ്ണനോട് മല്ലിടുകയും അവിടുത്തെ തോളുകളിൽ കയറുകയും ചെയ്യാറുണ്ടെങ്കിലും അവർ ദാസ്യഭാവത്തോടെ ചരണ സേവനവും ചെയ്യുന്നു. ഹരേ കൃഷ്ണ. അപ്പോൾ സുഹൃത്തുക്കൾ ചില സമയത്ത് കളിക്കുന്ന സമയത്ത് സ്കന്ധാരോഹൺ തോളിലൊക്കെ കയറും. എന്നാൽ ചില സമയത്താണെങ്കിൽ ദാസ്യഭാവത്തിൽ കൃഷ്ണൻ്റെ ചരണസേവനവും അവർ ചെയ്യാറുണ്ട്. പാദസംവാഹനം ചക്രുഹു കേചിത് തസ്യ മഹാത്മനഃ അപരേ ഹത പാപ്മാനോ വ്യജനേ സമവിജയൻ. കൃഷ്ണ പ്രഭുജി. പാദസംവാഹനം ചക്രു കേചിത് തസ്യ മഹാത്മനഃ അപരേ ഹത പാപ്മാനോ വ്യജനേ സമവിജയൻ. വിവർത്തനം ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദ് കി ജയ്. ശ്രീകൃഷ്ണന്റെ ചില സുഹൃത്തുക്കൾ അവിടുത്തെ പാദങ്ങൾ തിരുമ്മി. പിന്നെ പാപമോചിതരായ മറ്റു ചിലർ അവിടുന്ന് വിശറി കൊണ്ട് വീശി. ഭാവാർത്ഥം. ശ്രീമദ് ഭാഗവതത്തിൽ നിന്നുള്ള ഈ ശ്ലോകം 10, 15, 17 കൃഷ്ണനും ബലരാമനും താലവനത്തിൽ ധേനുകാസുരനെ വധിച്ചതിന് ശേഷം ഗോപബാലകന്മാരുമായി വിനോദിച്ചത് എങ്ങനെയെന്ന് വിവരിക്കുന്നു. ഹരേ കൃഷ്ണ. കൃഷ്ണനും സുഹൃത്തുക്കളും തമ്മിലുള്ള റിലേഷൻ, അവർ ഒരുമിച്ച് കളിക്കും. അതേപോലെ തന്നെ ചിലപ്പോൾ ചില സമയങ്ങളിൽ കളിച്ചതിന് ശേഷം കൃഷ്ണൻ്റെയും ബലരാമൻ്റെയും പാദങ്ങൾ സുഹൃത്തുക്കൾ മസാജ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ ചിലവർക്ക് ചില സമയത്ത് ചാമരം വീശി കൊടുക്കുന്നു. അങ്ങനെ പല കാര്യങ്ങളും വിശറി ഉപയോഗിച്ച് വീശി കൊടുക്കുന്നു. സുഹൃത്തുക്കളാണ്. ചില സമയങ്ങളിൽ അവർ ദാസ്യസേവനവും ചെയ്യുന്നുണ്ട്. കൃഷ്ണൈര പ്രേയസി വ്രജയത ഗോപിഗൺ യാര പദ ധൂലി കരെ ഉദ്ധവ പ്രാർത്ഥന യാ സഭാര ഉപരെ കൃഷ്ണേര പ്രിയ നഹി ആൻ താഹാര അപ്പന കെ കരെ ദാസി അഭിമാൻ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണേര പ്രേയസി വ്രജയത ഗോപിഗണ യാൻഡ്രപദ ധൂളി കരെ ഉദ്ധവ പ്രാർത്ഥന യൻ സഭാര ഉപരെ കൃഷ്ണേര പ്രിയ നഹി ആന തൻഹര ആപനകെ കരെ ദാസി അഭിമാന. വിവർത്തനം. ശ്രീല പ്രഭുപാദ് കി ജയ്. ഉദ്ധവൻ ആരുടെ പാദധൂളിയാണോ ആഗ്രഹിച്ചത്, ശ്രീകൃഷ്ണ ഭഗവാനും മറ്റാരേക്കാളും പ്രിയപ്പെട്ടവർ ആരാണോ, വൃന്ദാവനത്തിലെ കൃഷ്ണന്റെ പ്രേയസികളായ ഗോപീഗണങ്ങൾ പോലും തങ്ങളെ കൃഷ്ണന്റെ ദാസികളായി കരുതുന്നു. ഹരേ കൃഷ്ണ. കൃഷ്ണൻ്റെ മാധുര്യ രസത്തിലുള്ള ഗോപികമാർ അവർ കൃഷ്ണന് വളരെ പ്രിയപ്പെട്ടതാണ്. ആരേക്കാൾ പ്രിയപ്പെട്ടതാണ്. അവരെല്ലാവരും
ദാസി അഭിമാന, ദാസി എന്നുള്ള ഭാവത്തിൽ കൃഷ്ണനെ സേവിക്കുന്നു. അവർ പ്രിയപ്പെട്ട ചില സമയങ്ങളിൽ അതാണ് മാധുരി ഭാവത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ബാക്കിയുള്ള രസങ്ങളും വരുന്നുണ്ട് അതിൽ. മാധുര്യ രസത്തിൽ ദാസ്യരസവും വരുന്നു, ചിലപ്പോൾ വാത്സല്യ രസവും കാണാം. അങ്ങനെ എല്ലാ ടൈപ്പ് ഓഫ് രസങ്ങൾ നമ്മളത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ രസത്തിൻ്റെ ഹൈറാർക്കി ലെവൽ കൂടുന്നതനുസരിച്ച് താഴെയുള്ള ഭാവങ്ങളൊക്കെ അതിൽ വരും. അതാണ് രസങ്ങളുടെ. അപ്പോൾ മാധുര്യ രസത്തിൽ വാത്സല്യരസവും ദാസ്യരസവും സഖ്യരസവും വരുന്നു. അതേപോലെ തന്നെ വാത്സല്യരസത്തിൽ താഴെയുള്ള ദാസ്യരസവും ബാക്കിയുള്ള രസങ്ങളും വരുന്നു. അങ്ങനെയാണ് അതിൻ്റെ ഹരേ കൃഷ്ണ. ശബ്ദം കേൾക്കുന്നു. ഓക്കെ. വ്രജജനാർത്തിഹൻ വീരയോഷിതം, വ്രജജനാർത്തിഹൻ വീരയോഷിതാം നിജജനസ്മയ ധ്വംസനസ്മിത, ഭജ സഖേ ഭവത് കിങ്കരൈസ്മനോ ജലരുരാഹനം ചാരുദർശയ. ഹരേ കൃഷ്ണ. വ്രജജനാർത്തിഹൻ വീരയോഷിത നിജജനസ്മയ ധ്വംസനസ്മിത, ഭജ സഖേ ഭവൽ കിങ്കരീസ്മനോ ജലരുഹാനനം ചാരുദർശയ. വർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. ഹേ വ്രജവാസികളുടെ ദുരിതങ്ങളെ നശിപ്പിക്കുന്നവനെ, സ്ത്രീകളുടെ വീരനായക, തന്റെ ഭക്തന്മാരുടെ അഹംഭാവം മനോഹരമായ മൃദുമന്ദഹാസത്താൽ നശിപ്പിക്കുന്നവനെ, പ്രിയ സഖേ, ഞങ്ങൾ അവിടുത്തെ ദാസിമാരാണ്. അവിടുത്തെ ആകർഷകമായ മുഖകമലം ഞങ്ങൾക്ക് ദൃശ്യമാക്കിക്കൊണ്ട് ദയവായി ഞങ്ങളുടെ അഭിലാഷങ്ങൾ സഫലമാക്കിയാലും. ഹരേ കൃഷ്ണ. ഇവിടെയും ആ ഒരു ദാസ്യ ഭാവത്തെക്കുറിച്ച് പറയാൻ കാണിക്കുന്ന അതാണ് ഈ റിലേറ്റഡ് ആയിട്ടുള്ള ശ്ലോകങ്ങളെല്ലാം ശ്രീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമിയുടെ കോട്ട് ചെയ്തിട്ടുള്ളത്. ഇത് ഗോപിഗീതത്തിൽ നിന്നുള്ള ശ്ലോകമാണ്, ഗോപിഗീതത്തിൽ വരുന്ന ശ്ലോകമാണ്. ഇവിടെ പറയുന്നു, കൃഷ്ണനോട് ഗോപികമാർ പറയുന്നുണ്ട്, ഞങ്ങൾ നിൻ്റെ ദാസികളാണ് എന്നുള്ളത്. അതുകൊണ്ട് ഞങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിച്ചു തന്നാലും പറയുകയാണ്. നിജനസ്മയ ധ്വംസനസ്മിത കിങ്കരേസ്മനോ ഭജ സഖേ ഭവത് കിങ്കരേസ്മനോ, ഭവത് കിങ്കരേ, അങ്ങയുടെ കിങ്കരിമാരാണ് ഞങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ. ഓക്കെ, അടുത്ത ശ്ലോകം ബ്രഹ്മർഗീതത്തിലെ അപിബത മധുപൂര്യാം ആര്യപുത്രോऽധുനാസ്തേ സ്മരതി സ പിതർഗേഹാൻ സൗമ്യബന്ധൂംശ്ച ഗോപാൻ ക്വചിദപി സകതാം ന കിങ്കരീണാം ഗൃണീതേ ഭുജമഗ്രു സുഗന്ധം മൂർധനാത് സ്യാത് കദാനു. ഹരേ കൃഷ്ണ പ്രഭു. അപിബത മധുപുര്യാം ആര്യപുത്രോऽധുനാസ്തേ സ്മരതി സ പിതൃഗേഹാൻ സൗമ്യബന്ധും ച ഗോപാൻ ക്വചിദപി സകതാം ന കിങ്കരീണാം ഗൃണീതേ ഭുജമഗുരു സുഗന്ധം മൂർധ്യധാസ്യത് കദാനു. വർത്തനം ഭാവാർത്ഥം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭയചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. അല്ലയോ ഉദ്ധവ, കൃഷ്ണൻ മധുരയിൽ താമസിക്കുന്നത് തീർച്ചയായും ദുഃഖകരമാണ്. അവിടുന്ന് തന്റെ പിതാവിന്റെ ഗൃഹകാര്യങ്ങളോ സുഹൃത്തുക്കളായ ഗോപകുമാരന്മാരെയോ ഓർമ്മിക്കുന്നുണ്ടോ? അല്ലയോ മഹാത്മാവേ, അവിടുന്ന് തന്റെ ദാസികളായ ഞങ്ങളെ കുറിച്ച് എപ്പോഴെങ്കിലും സംസാരിക്കാറുണ്ടോ? അഖിലിന്റെ സുഗന്ധമുള്ള അവിടുത്തെ കരം ഇനി എപ്പോഴാണ് ഞങ്ങളുടെ ശിരസിൽ വയ്ക്കുക? ഭാവാർത്ഥം.
ഈ ശ്ലോകം ശ്രീമദ് ഭാഗവതത്തിൽ 10, 47, 21 ഭ്രമരഗീതം എന്നറിയപ്പെടുന്ന ഭാഗത്തുള്ളതാണ്. ഉദ്ധവൻ വൃന്ദാവനത്തിലേക്ക് വന്നപ്പോൾ കൃഷ്ണനിൽ നിന്നുള്ള വിരഹതാപത്തിലായിരുന്നു ശ്രീമതി രാധാറാണി ഈ വിധത്തിൽ പാടി. ഹരേ കൃഷ്ണ. ഭ്രമരഗീതം ശ്രീമദ് ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ 47-ാമത്തെ അധ്യായത്തിൽ വരുന്നതാണ്. ഉദ്ധവര് വൃന്ദാവനത്തിൽ വന്ന സമയത്ത് ശ്രീമതി രാധാറാണി പാടുന്ന ശ്ലോകങ്ങളാണ് ഇതെല്ലാം. ഇതിൽ പറയുന്നു, അതായത് കൃഷ്ണൻ മധുരയിലാണ് അല്ലേ, കൃഷ്ണനെ പിരിഞ്ഞിരിക്കുകയാണ് എല്ലാവരും, രാധാറാണിയും ഗോപികമാരും എല്ലാവരും. ഞങ്ങളെ, അതായത് ഇവിടെയുള്ള കൃഷ്ണൻ്റെ അച്ഛനെയും സുഹൃത്തുക്കളെയും മറ്റുള്ള ഗോപന്മാരെയും ഓർക്കുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞങ്ങളെ ഓർക്കുന്നുണ്ടോ എന്ന് ഡയറക്റ്റ്ലി ചോദിക്കുന്നില്ല, എന്നാലും ഇൻഡയറക്റ്റ്ലി അതാണ് ഉദ്ദേശിക്കുന്നത്. ഉദ്ധവരോട് ചോദിക്കുകയാണ്, എപ്പോഴെങ്കിലും ഞങ്ങളെക്കുറിച്ച്, അവരെക്കുറിച്ച്, ആദ്യം അച്ഛനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും സുഹൃത്തുക്കളെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. അതിനുശേഷം ഞങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറയാറുണ്ടോ കൃഷ്ണൻ? ഈ ദാസികളാണ് ഇവിടെ പറയുന്നത്. കിങ്കരീനാം ക്വചിതപി സകതാം ന കിങ്കരീനാം ഗൃണീതേ. കിങ്കരീനാം, ഞങ്ങളെക്കുറിച്ച്, കിങ്കരികളായിട്ടുള്ള ഞങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറയാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അടുത്ത ശ്ലോകം 69-70. താൻ സബാരകാധാരഹോ ശ്രീമതി രാധിക സബഹൈത്തെ सकलमशे परम अधिक तेहो यारा दासी हैना सेवन चरण यारा प्रेम गुणे कृष्ण बद्ध अनुक्षण. ഹരേ കൃഷ്ണ. താൻ സബാര കഥാരഹു ശ്രീമതി രാധിക സബാഹൈദേ സകലാംശേ പരമ അധിക തെൻഹോ യാന്റെ ദാസി ഹൈന സേവേന ചരണ യാന്റെ പ്രേമ ഗുണേ കൃഷ്ണ ബദ്ധ അനുക്ഷണ. വിവർത്തനം ശില പ്രഭുപാദ് കി ജയ്. സർവഗോപികമാരെക്കാളും സർവപ്രകാരത്തിലും ഉത്കൃഷ്ടയും പ്രേമത്തിന്റെ ഗുണവിശേഷങ്ങളാൽ എന്നേക്കും കൃഷ്ണനെ സംബന്ധിച്ചവളുമായ ശ്രീമതി രാധിക പോലും അവിടുത്തെ ദാസിയായി അവിടെ നിന്ന് പാദസേവനം ചെയ്യുമ്പോൾ മറ്റുള്ള ഗോപികമാരുടെ കാര്യം എന്ത് പറയാൻ. ഹരേ കൃഷ്ണ. ശ്രീമതി രാധാറാണി കൃഷ്ണൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവളാണ്. ആ ശ്രീമതി രാധാറാണിയും പോലും പറയുന്നു കൃഷ്ണൻ്റെ പാദസേവനങ്ങൾ ചെയ്യുന്നു, ആ ദാസ്യഭാവത്തിൽ സേവനം ചെയ്യുന്നു. മറ്റുള്ളവരെക്കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ എന്നാണ് ഇവിടെ പറയുന്നത്. ദാസ്യഭാവം ആക്ച്വലി ദാസ്യം, അതായത് പല ടൈപ്പ് ഓഫ് ദാസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഹനുമാൻ്റെ ഒരു ദാസ്യത്വം എന്നുള്ളൊരു ഭാവമല്ല ഇവിടെ വരുന്നത്. ഹനുമാൻ്റെ ആ ഒരു ഭാവം മാത്രമാണ് പ്രോമിനൻ്റ് ആയിട്ടുള്ളത്. ഗോപികമാരുടെ കാര്യം നോക്കി മാധുര്യരസത്തിൽ അങ്ങനെയല്ല, ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ് അതിൽ. ദാസ്യരസവും വരുന്നു, സഖ്യരസവും, ചിലപ്പോൾ കളിയാക്കും അങ്ങോട്ടും ഇങ്ങോട്ടും, ചിലപ്പോൾ സേവനങ്ങൾ ചെയ്യുന്നു, ചിലപ്പോൾ അതായത് കളിയാക്കുന്നു, ചിലപ്പോൾ വാത്സല്യഭാവത്തിൽ പെരുമാറുന്നു, ചിലപ്പോൾ മാധുര്യ അല്ലെങ്കിൽ ചിലപ്പോൾ ഇഷ്ടപ്പെട്ട വ്യക്തി എന്നുള്ള രീതിയിൽ ആ ഒരു ഭാവത്തിൽ പെരുമാറുന്നു. അപ്പോൾ എല്ലാം മാറി മാറി കാണാൻ സാധിക്കും. അപ്പോൾ ഇത് നമുക്ക് ഹനുമാൻജിയിലുള്ള ദാസ്യരസവുമായിട്ട് എക്സാക്ട്ലി കമ്പാരിസൺ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അവിടെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഭാവം അദ്ദേഹത്തിൻ്റെ ദാസ്യഭാവം മാത്രമാണ്. ഓക്കെ, അതാണ് ഇവിടെ രാധാറാണി സേവിക്കുന്നു, സഖിമാർ സേവിക്കുന്നു. അപ്പോൾ കിങ്കരി എന്ന് പറയുമ്പോൾ അത് വേറൊരു മൂഡാണ്, മാധുര്യരസത്തിലുള്ള കിങ്കരി. ഇപ്പോൾ മഞ്ജരി, രാധാറാണിയുടെ സേവകരെ നോക്കിക്കഴിഞ്ഞാൽ മഞ്ജരിമാരും രാധാറാണിയെ സേവിക്കുന്നു, കൃഷ്ണനെ സേവിക്കുന്നു. അപ്പം ദാസ്യത്വമാണ് അവിടെയും. പക്ഷേ ആ ഒരു ദാസ്യത്വം മാധുര്യ രസത്തിലുള്ള ദാസ്യത്വമാണെന്ന് മാത്രം, അതാണ് വ്യത്യാസം. അത് വളരെ സ്പെഷ്യലാണ് ആക്ച്വലി. ഹാനാതാരമണ പ്രേഷ്ട ക്വാസി ക്വാസി മഹാഭുജ ദാസ്യാസ്തേ കൃപണായാമേ സഖേ ദർശയ സന്നിധിം. ഹരേ കൃഷ്ണ. മാതാജി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ.
हा नादारमणप्रेष्टा क्वासि क्वासि महाभुजा दास्यास्ते कृपणाया मे सखे दर्शय सन्निधि. ഹരേ കൃഷ്ണ. ശ്ലോകം വിവർത്തനം ഭാവാർത്ഥം വായിക്കൂ. ഹരേ കൃഷ്ണ. വിവർത്തനം ഭാവാർത്ഥം. ശ്രീലപ്രഭാത് കി ജയ്. അല്ലയോ നാഥ രമണ പരമപ്രിയ മഹാഭുജ, അങ്ങ് എവിടെയാണ്? അങ്ങ് എവിടെയാണ്? പ്രിയ സഖി, അവിടുത്തെ അഭാവത്താൽ അത്യന്തം ദുഃഖിതയായ അങ്ങയുടെ ഭൃത്യയ്ക്ക് ദർശന സൗഭാഗ്യം നൽകിയാലും. ഭാവാർത്ഥം. ഈ ശ്ലോകം ശ്രീമദ് ഭാഗവതത്തിൽ 10:30-39 നിന്ന് ഉദ്ധരിച്ചിട്ടുള്ളതാണ്. രാസനൃത്തം ഊർജ്ജസ്വലമായി നടക്കുന്നതിനിടയിൽ കൃഷ്ണൻ മറ്റെല്ലാ ഗോപികമാരെയും വിട്ടുപോവുകയും രാധയെ മാത്രം ഒപ്പം ചേർക്കുകയും ചെയ്തു. എല്ലാ ഗോപികമാരും അപ്പോൾ വിലപിച്ചു. സ്വന്തം സ്ഥാനത്തിൽ അഭിമാനിച്ച രാധയെ കൃഷ്ണന്റെ ഇഷ്ടം പോലെ എവിടേക്ക് വേണമെങ്കിലും തന്നെ കൊണ്ടുപോയിക്കൊള്ളാൻ കൃഷ്ണനോട് അഭ്യർത്ഥിച്ചു. കൃഷ്ണൻ തൽക്ഷണം അപ്രത്യക്ഷനാവുകയും രാധിക വിലപിക്കുകയും ചെയ്തു. ഹരേ കൃഷ്ണ പ്രഭുജി. ശ്രീമദ് ഭാഗവതത്തിൽ രാസലീല നടക്കുന്ന സമയത്ത് കൃഷ്ണൻ അപ്രത്യക്ഷനാവുന്നു ഇടയിൽ. ആ സമയത്ത് ഗോപികമാർ പാടുന്നതാണ് ഈയൊരു ശ്ലോകം. ഹാ നാഥ രമണപ്രേഷ്ഠ, ഓ നാഥ, ഓ കൃഷ്ണ, ഓ എൻ്റെ നാഥ, പ്രാണനാഥ എന്ന് പറഞ്ഞ് എവിടെയാണ്? ക്വാസി ക്വാസി, ക്വാ അസി, എവിടെയാണ്? മഹാഭുജ, വലിയ അജാനലംബിത ഭുജവും. അവിടെയും പറയും ദാസ്യാസ്തേ കൃപണായമേ. ദാസ്യ, അവിടെയും ദാസ്യ. ഈ ദാസികളോട് നീ കൃപ കാണിക്കൂ, ഞങ്ങളുടെ മുമ്പിൽ തിരിച്ചു വരും, ഞങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരൂ എന്നാണ് പറയുന്നത്. ഇനി അടുത്തത്. ദ്വാരകാത്തെ രുക്മിണിയാദീയത്തെ ക മഹിഷി താഹാരാവോ അപ്പനകെ മാനെ കൃഷ്ണദാസി. ഹരേ കൃഷ്ണ. ദ്വാരകാതെ രുക്മിണ്യാദീയത്തെ കാമഹിഷി യാൻഹരാവോ ആപനാകെ മാനെ കൃഷ്ണദാസി. വർത്തനം ബൈ AC ഭക്തിവേദാന്ത ശ്രീല പ്രഭുപാദ് കി ജയ്. ദ്വാരകാധാമത്തിലും രുക്മിണി തുടങ്ങിയ രാജ്ഞിമാരെല്ലാം കൃഷ്ണന്റെ ദാസികളായി സ്വയം കരുതുന്നു. ഹരേ കൃഷ്ണ. ദ്വാരകാധാമത്തിലെ രാജ്ഞിമാരും രുക്മിണി ദേവിയും മറ്റുള്ള രാജ്ഞിമാരും അവരും കൃഷ്ണൻ്റെ ദാസിമാരായിട്ട് കണക്കാക്കിക്കൊണ്ട് അവരും കൃഷ്ണനെ സേവനം ചെയ്യുന്നു. അപ്പോൾ എല്ലായിടത്തും ഈ ഒരു ദാസ്യത്വം നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളത് ഇവിടെ അദ്ദേഹം ശ്രീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നതാണ്. ആക്ച്വലി ഒരുപാട് ശ്ലോകങ്ങൾ ഇവിടെ കോട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു സെക്ഷനിൽ നിന്ന്. ഇനിയിപ്പോൾ രുക്മിണി ദേവി പറയുന്നത് അതാണ് ഇനി അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ചൈദ്യായമാർപ്പയിതും ഉദ്യതകാർമുകേഷു രാജസജേയ ഭടശേഖരിതാംഘ്രിരേണു നിന്യേ മൃഗേന്ദ്ര ഇവ ഭാഗമജാവിയൂതാത് തശ്രീനികേത ചരണോസ്തു മമാർച്ചനായ. ഹരേ കൃഷ്ണ പ്രഭു. ചൈദ്യായമാർപ്പയിതുമുദ്യമകാർമുകേഷു രാജസ്വജേയ ഭടശേഖരിതാംഘ്രിരേണു നിന്നേ മൃഗേന്ദ്ര വിഭാഗം അജാവിയൂതാത് തത്ശ്രീനികേത ചരണോസ്തു മമാർച്ചനായ. വിവർത്തനം ഭാവാർത്ഥം ബൈ ശ്രീല പ്രഭാത് കി ജയ്. ജരാസന്ധനും മറ്റ് രാജാക്കന്മാരും എന്നെ ശിശുപാലനെ ദാനമായി നൽകാൻ വില്ലുകളും അമ്പുകളും ഉയർത്തി തയ്യാറായി നിൽക്കുമ്പോൾ അവിടുന്ന് അവരുടെ മധ്യത്തിൽ നിന്ന് എന്നെ ബലാത്കാരമായി തട്ടിയെടുത്തു. ആടുകളുടെ കൂട്ടത്തിൽ നിന്ന് സിംഹം അതിന്റെ പങ്ക് എടുക്കുന്നതുപോലെ. അതിനാൽ അവിടുത്തെ പാദധൂളി അജയ്യരായ സൈനികരുടെ കിരീടമാകുന്നു. ലക്ഷ്മി ദേവിയുടെ ആശ്രയമായ ആ ചരണങ്ങൾ എന്റെ ആരാധ്യ വസ്തുവായി തീരട്ടെ. ഭാവാർത്ഥം. ശ്രീമദ് ഭാഗവതത്തിൽ 10:83-8 നിന്നുള്ള ഈ ശ്ലോകം രുക്മിണി ദേവി പറയുന്നതാണ്. ഹരി കൃഷ്ണ. രുക്മിണി ദേവി പറയുന്നു, രുക്മിണി ദേവി പ്രാർത്ഥിക്കുന്നു,
കൃഷ്ണൻ്റെ ശരണങ്ങളിലെപ്പോഴും ഞാൻ ശ്രീനികേത യൂതാത് തശ്രീനികേത ചരണോസ്തു മമാർച്ചനായ ആ അതായത് ശ്രീനികേത ശ്രീ ലക്ഷ്മി ദേവി ശരണം പ്രാപിക്കുന്ന ആ ചരണങ്ങളിൽ മമ അർച്ചനായ ഞാൻ ആരാധിക്കുന്നു, ആ ചരണങ്ങളെ ഞാൻ ആരാധിക്കുന്നു എന്നാണ് രുക്മിണി ദേവി പറയുന്നത്. ഇപ്പോൾ ജരാസന്ധൻ അല്ലെങ്കിൽ മറ്റുള്ള ചേതിയായ നമ്മുടെ ശിശുപാലൻ അങ്ങനെയുള്ളവരുടെ ഇടയിൽ നിന്ന് എന്നെ തട്ടിക്കൊണ്ടുപോയി. അല്ലെ, എങ്ങനെയാണോ സിംഹം വേട്ടയാടുന്നത്, അതേപോലെ കൃഷ്ണൻ വന്ന് രുക്മിണി ദേവിയെ കൊണ്ടുപോകുന്നു. അപ്പോൾ രുക്മിണി ദേവി പറയുന്നു, ആ കൃഷ്ണൻ്റെ ചരണങ്ങളെ ഞാൻ ആരാധിക്കുന്നുവെന്ന്. ചരണിതിം അജ്ഞായ സ്വപാദസ്പർശനാശയ സഖ്യോപേത്യാംഗൃഹീത് പാണിം സാഹം തദ്ഗൃഹമാർജനി. ഹരേ കൃഷ്ണ പ്രഭുജി. തപശ്ചരന്തീം ആജ്ഞായ സ്വപാദസ്പർശനാശയ സഖ്യോപേത്യോ ഗൃഹീത് പാണിം സാഹം തദ്ഗൃഹമാർജനി. വിവർത്തനം ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദ് കി ജയ്. ഞാൻ അവിടുത്തെ പാദങ്ങൾ സ്പർശിക്കണമെന്ന ആഗ്രഹത്തോടെ കഠിനവ്രതങ്ങൾ അനുഷ്ഠിക്കുന്നതറിഞ്ഞ ഭഗവാൻ സുഹൃത്തായ അർജുനനുമൊത്ത് വന്ന് എന്റെ പാണി ഗ്രഹിച്ചു. എങ്കിലും ഞാൻ ശ്രീകൃഷ്ണന്റെ ഗൃഹം ശുചിയാക്കുന്ന ഒരു ദാസി മാത്രമാണ്. ഭാവാർത്ഥം. മുൻ ശ്ലോകം പോലെ ഈ ശ്ലോകവും ശ്രീമദ് ഭാഗവതത്തിലുള്ളതാണ്. 10:83-11. കുരു യദുകുലങ്ങളിലെ കുടുംബ സ്ത്രീകൾ സമന്ത പഞ്ചകത്തിൽ കണ്ടുമുട്ടുന്നതാണ് സന്ദർഭം. ആ സമയത്ത് കൃഷ്ണന്റെ പത്നിയായ കാളിന്തി ദ്രൗപദിയോട് പറയുന്നതാണിത്. ഹരേ കൃഷ്ണ. കാളിന്തി ദേവി കാളിന്തി കൃഷ്ണന്റെ ഭാര്യ. കാളിന്തി ദ്വാരകയിലെ ഒരു രാജ്ഞിയാണ്. ദ്രൗപദിയോട് പറയുന്ന കാര്യമാണ് ഇവിടെ ഭാഗവതത്തിൽ. ഒരുപാട് ഞാൻ തപസ്സുകൾ ചെയ്തു ആ കൃഷ്ണൻ്റെ തൃപ്പാദങ്ങൾ തൊടാൻ വേണ്ടിയിട്ട്, അത് ആ സ്പർശനത്തിന് വേണ്ടിയിട്ട് തന്നെ. ചരണിതിം ആജ്ഞായ സ്വപാദ സ്പർശനാശയ. സ്വപാദ സ്പർശന, അദ്ദേഹത്തിൻ്റെ തൃപ്പാദങ്ങൾ തൊടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ജന്മജന്മാന്തരങ്ങൾ ഞാൻ ഒരുപാട് തപസ്സുകൾ ചെയ്തു. അങ്ങനെ അവസാനം അദ്ദേഹം എന്നെ സ്വീകരിച്ചു. എന്നാലും ഞാനിപ്പോൾ ഭാര്യയാണ് അദ്ദേഹത്തിൻ്റെ. എന്നാലും അദ്ദേഹത്തിനോടുള്ള എൻ്റെ ഒരു ഭാവം, ഞാൻ അദ്ദേഹത്തിൻ്റെ സാഹം തദ് ഗൃഹമാർജനി, ഞാൻ അദ്ദേഹത്തിൻ്റെ കിങ്കരിയാണ് അല്ലെങ്കിൽ ദാസിയാണ്. അദ്ദേഹത്തിൻ്റെ വീടെല്ലാം വൃത്തിയാക്കുന്ന വെറും ഒരു ദാസിയാണ് ഞാൻ എന്നുള്ള ഭാവത്തിലാണ് പറയുന്നത്. ആത്മാ രാമസ്യ തസ്യേമ വയം വൈ ഗൃഹദാസികാഃ സർവസംഗാനിവൃത്യാധ തപസാ ച ബഭൂവിമ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ആത്മാ രാമസ്യ തസ്യേമ വയം വൈ ഗൃഹദാസികാഃ സർവസംഗനിവൃത്യാദ തപസാ ച ബഭൂവിമ. വിവർത്തനം ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദ് കി ജയ്. കഠിന തപസ്സുകളിലൂടെയും സർവസംഗ പരിത്യാഗത്തിലൂടെയും ഞങ്ങൾ ആത്മാരാമനായ ഭഗവാന്റെ ഗൃഹത്തിലെ പരിചാരികമാരായി തീർന്നിരിക്കുന്നു. ഭാവാർത്ഥം. ശ്രീമദ് ഭാഗവതത്തിൽ 10:83-89 നിന്ന് ഉദ്ധരിച്ചിട്ടുള്ള ഈ ശ്ലോകം അതേ സന്ദർഭത്തിൽ കൃഷ്ണന്റെ രാജ്ഞിയായ ലക്ഷ്മണ ദ്രൗപദിയോട് പറഞ്ഞതാണ്. ഹരേ കൃഷ്ണ. കൃഷ്ണന്റെ വേറെ രാജ്ഞി ലക്ഷ്മണ എന്ന് പറയുന്ന രാജ്ഞി ദ്രൗപദി ദേവിയോട് പറയുന്ന വേറെ ഒരു ശ്ലോകമാണ് ഈ അതേ സന്ദർഭത്തിൽ തന്നെ. അപ്പോൾ രാജ്ഞിയും പറയുന്നു, ഒരുപാട് തപസ്സുകൾ ചെയ്തിട്ടാണ് എനിക്ക് അദ്ദേഹത്തെ കിട്ടുന്നത്. അദ്ദേഹത്തിൻ്റെ
ദാസിയാണ്, അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ദാസിയാണ് ഞാൻ, അദ്ദേഹത്തിന് വേണ്ടി, അദ്ദേഹത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടി എല്ലാം ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നു, അതാണ് അങ്ങനെയാണെന്ന് പറയുന്നു. ആനേരക്കി കഥ ബലദേവ മഹാശയ യാര ഭാവ ശുദ്ധ സഖ്യ വാത്സല്യാദിമായ. ഹരേ കൃഷ്ണ. ആനേരക്കി കഥ ബലദേവ മഹാശയ യാര ഭാവ ശുദ്ധ സഖ്യ വാത്സല്യാദിമായ. ഭാർത്തമ്പൈ ശ്രീലപ്രഭുവാദ് കി ജയ്. മറ്റാരെക്കുറിച്ചും എന്തു പറയാൻ? പരമപുരുഷനായ ഭഗവാൻ ബലദേവന് പോലും കൃഷ്ണനോട് പരിശുദ്ധ സൗഹൃദവും പിതൃസ്നേഹവും ആണുള്ളത്. ഭാവാർത്ഥം: ബലദേവൻ കൃഷ്ണന്റെ അവതാരത്തിന് മുമ്പേ പ്രത്യക്ഷനായതിനാൽ കൃഷ്ണന്റെ ആരാധ്യനായ ജ്യേഷ്ഠ സഹോദരനാണെങ്കിലും അവിടുന്ന് എല്ലായ്പ്പോഴും കൃഷ്ണന്റെ നിത്യസേവകനെ പോലെ വർത്തിച്ചു. ആധ്യാത്മിക ആകാശത്തിൽ എല്ലാ വൈകുണ്ഠ ലോകങ്ങളിലും കൃഷ്ണന്റെ ചതുർവ്യൂഹ വിസ്തരണങ്ങൾ ആധിപത്യം വഹിക്കുന്നു. അവർ ബലദേവനിൽ നിന്ന് നേരിട്ടുള്ള വിസ്തരണങ്ങളാണ്. ആധ്യാത്മിക ലോകത്തിലെ എല്ലാവരും തങ്ങൾ ഭഗവാന്റെ സേവകരാണെന്ന് സ്വയം ചിന്തിക്കുന്നത് പരമോന്നതനായ ഭഗവാന്റെ അദ്വിതീയതയിലാണ്. സാമൂഹിക സമ്പ്രദായമനുസരിച്ച് ഒരുവൻ കൃഷ്ണനേക്കാൾ മുതിർന്നവനായിരിക്കാം, എങ്കിലും എല്ലാവരും വാസ്തവത്തിൽ അവിടുത്തെ സേവനത്തിൽ മുഴുകുന്നു. അതുകൊണ്ട് ആധ്യാത്മിക വ്യോമത്തിലോ ഭൗതിക വ്യോമത്തിലോ എല്ലാ ലോകങ്ങളിലും ആർക്കും കൃഷ്ണ ഭഗവാനെ മറികടക്കുവാനോ അവിടെ നിന്ന് സേവനം ആവശ്യപ്പെടാനോ കഴിയുകയില്ല. മറിച്ച് എല്ലാവരും അവിടുത്തെ സേവനത്തിൽ മുഴുകുന്നു. അതിനാൽ ഭഗവത് സേവനത്തിൽ കൂടുതൽ മുഴുകുന്ന ഒരു വ്യക്തി കൂടുതൽ പ്രാധാന്യമുള്ളവനാകുന്നു. ഇതിനു വിപരീതമായി കൃഷ്ണന്റെ അതീന്ദ്രിയ സേവനത്തിൽ വ്യാപൃതനാവാത്ത വ്യക്തി ഭൗതിക മാലിന്യത്തിന്റെ ദൗർഭാഗ്യം കൂടുതൽ ക്ഷണിച്ചു വരുത്തുന്നു. ഭൗതിക ലോകത്തിൽ ഭൗതികവാദികൾ ഭഗവാനുമായി ഒന്നാകുവാനോ മത്സരിക്കുവാനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പ്രത്യക്ഷമായോ പരോക്ഷമായോ എല്ലാവരും ഭഗവത് സേവനത്തിൽ വ്യാപരിക്കുന്നു. ഒരുവൻ കൃഷ്ണന്റെ സേവനം എത്രമേൽ വിസ്മരിക്കുന്നുവോ അവൻ അത്രമേൽ മരിച്ചുകൊണ്ടിരിക്കുന്നവനായി കരുതപ്പെടുന്നു. അതിനാൽ ഒരുവൻ വിശുദ്ധമായ തന്റെ കൃഷ്ണാവബോധത്തെ വികസിപ്പിക്കുമ്പോൾ വളരെ പെട്ടെന്ന് കൃഷ്ണന്റെ സേവകപദം ഉറപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ബലരാമൻ എല്ലാ രസങ്ങളിലും കൃഷ്ണനെ സേവിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അവിടെ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. സുഹൃത്തായിട്ട് അദ്ദേഹത്തിന് ഭാവമുണ്ട്, സുഹൃത്ത് ഭാവമുണ്ട്. ചില സമയം വാത്സല്യ ഭാവം കാണാം, ചില സമയം അദ്ദേഹത്തിന് ദാസ്യഭാവം കാണാൻ സാധിക്കും അല്ലേ? അപ്പോൾ ശിലപ്രഭാജി ഭാവാർത്ഥത്തിൽ പറയുന്നു, ബലദേവൻ പല രീതികളിലും കൃഷ്ണനെ സേവിക്കുന്നുണ്ട്. ചൈതന്യ ചരിതാമൃതം വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്, ഏകലേ ഈശ്വര കൃഷ്ണ ആര സഭ ഭൃത്യ. ഒരേ ഒരു കൃഷ്ണൻ ആണ്, ഏകല ഈശ്വര, എല്ലാവരും ഒരേ ഒരു ഈശ്വരനാണ് ഉള്ളൂ, പരമ ഈശ്വരൻ അദ്ദേഹം, അതാണ് കൃഷ്ണൻ. ബാക്കി എല്ലാവരും സഭഭൃത്യ, ബാക്കി എല്ലാവരും അദ്ദേഹത്തിൻ്റെ ഭൃത്യരാണ്, സേവകരാണ് എന്നുള്ളത്. വൃന്ദാവനത്തിൽ അത് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ദേവതമാർ വരുന്നതൊക്കെ കൃഷ്ണൻ്റെ അല്ലെങ്കിൽ കൃഷ്ണൻ്റെ സെർവൻസ് ആണ് അല്ലേ? ഇപ്പോൾ സെർവൻസ് പല ലെവലിലും ഉണ്ട്. എല്ലാ ഭാവത്തിലും എല്ലാ ഡിവോട്ടീസ് ഭക്തരുടെ ഇടയിലും നമുക്ക് കാണാം ഈ സേവനം എന്ന് പറയുന്ന ആ ഒരു ഭാവം എല്ലാവരിലും കാണാൻ സാധിക്കും. അത് ഹയ്യസ്റ്റ് മാധുര്യഭാവത്തിലുള്ളവരിലും നമുക്ക് കാണാൻ സാധിക്കും. അതാണ് കാര്യം. ഈ സേവനം നമ്മൾ പല ഈ വൈകുണ്ഠത്തിലുള്ള ദാസ്യഭാവത്തിലുള്ള സേവനം പോലെ ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കില്ല അല്ലേ? കാര്യം അവിടെ കൂടുതൽ ആ ഒരു ബഹുമാനത്തോടു കൂടി ഐശ്വര്യഭാവത്തിലാണ് കാണുന്നത്. വൃന്ദാവനത്തിലെ സ്നേഹം അങ്ങനെയല്ല. വൃന്ദാവനത്തിലെ ദാസ്യത്വം അതിൽ മാധുര്യം കൂടെ കലർന്നതാണ്, വ്യത്യാസമുണ്ട്. പക്ഷേ ഇതിൻ്റെ അണ്ടർലൈനിങ് കാര്യം എന്താണെന്ന് വെച്ചാൽ സേവനം, കൃഷ്ണനെ സേവിക്കുക, കൃഷ്ണൻ്റെ സന്തോഷം. ഇപ്പോൾ യശോദറാണി കൃഷ്ണന് ഭക്ഷണം കൊടുക്കുന്നു, കിടത്തി ഉറക്കുന്നു, അതെല്ലാം കൃഷ്ണൻ്റെ സേവനമായിട്ടാണ് ചെയ്യുന്നത് ആക്ച്വലി. പക്ഷേ അത് വൈകുണ്ഠത്തിലെ ദാസരുടെ, ഇപ്പോൾ ജയവിജയൻ്റെ ഭാവത്തിലല്ല, വ്യത്യാസമുണ്ട്. അല്ലെങ്കിൽ ഹനുമാൻ്റെ ഭാവമല്ല യശോദറാണിക്കുള്ളത് അല്ലേ? യശോദറാണിയും സേവിക്കുകയാണ് ചെയ്യുന്നത് കൃഷ്ണനെ. അപ്പോൾ വേറെ യശോദറാണി വാത്സല്യ ഭാവത്തിൽ സേവിക്കുന്നു. അപ്പോൾ ഏത് ഭാവമാണെങ്കിലും അതിൽ സേവനം എന്ന് പറയുന്നത് ആ ഒരു ഭാവം അതിൽ വരുന്നുണ്ട് എന്നുള്ളത് ആണ് ഇവിടെ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. തേഹോ ആപനാക്കേകരേന ദാസ ഭാവന കൃഷ്ണദാസ ഭാവ മീനു ആചേകോന ജൻ. ഹരേ കൃഷ്ണ പ്രഭു.
तेन्हो आपना के करेण दास भावना कृष्णदास भाव वीनो आचे कोन जना. വിവർത്തനം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് സഭ ചരണാരവിന്ദ് ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. അവിടുന്നും കൃഷ്ണന്റെ ഒരു ഭൃത്യനായി സ്വയം കണക്കാക്കുന്നു. തീർച്ചയായും കൃഷ്ണന്റെ ദാസനെന്ന് സങ്കല്പമില്ലാത്ത ആരാണുള്ളത്? ഹരേ കൃഷ്ണ. ഇവിടെ ബലരാമനെ കുറിച്ചാണ് പറയുന്നത്. ബലരാമൻ ഇതിനു മുമ്പുള്ള ശ്ലോകത്തിൽ വാത്സല്യഭാവവും സഖ്യഭാവവും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ അത് എടുത്തു പറയുന്നു. അദ്ദേഹത്തിന് ആ ദാസ്യഭാവവും ഉണ്ട്. ദാസഭാവന, കൃഷ്ണദാസഭാവ. ഇത് കൃഷ്ണദാസഭാവ ഇല്ലാത്ത ആരാണുള്ളത് എന്നാണ് ചോദിക്കുന്നത്. കറക്റ്റാണ്. എല്ലാവർക്കും ആ കൃഷ്ണൻ്റെ ദാസൻ അല്ലേ എന്നുള്ള ഭാവം ഉണ്ട്. ജീവരെ സ്വരൂപോയി കൃഷ്ണേര നിത്യദാസ് ഗോപി ഭർത്തു പദകമലയോർ ദാസദാസാനുദാസ്. സഹസ്രവദനേ യേഹോ ശേഷ സംഘർഷണ ദശദേഹധാരി കരെ കൃഷ്ണേര സേവന. ഹരേ കൃഷ്ണ പ്രഭുജി. സഹസ്രവദനേയൻഹോ ശേഷ സംഘർഷണ ദശദേഹധരി കരി കൃഷ്ണേര സേവന. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. അനന്തശേഷനായ സംഘർഷണൻ 10 രൂപങ്ങൾ സ്വീകരിച്ച് തന്റെ ആയിരക്കണക്കിന് വദനങ്ങൾ കൊണ്ട് കൃഷ്ണനെ സേവിക്കുന്നു. ഹരേ കൃഷ്ണ. ശേഷ സംഘർഷൻ ശേഷനാഗ് കൃഷ്ണനെ സേവിക്കുന്നു പല രീതിയിലും അല്ലേ. കൃഷ്ണൻ്റെ ബെഡാണ്, കൃഷ്ണനെ സ്തുതിക്കുന്നു, പറയുന്നു. ശേഷ അദ്ദേഹത്തിൻ്റെ 1000 തലകൾ ഉപയോഗിച്ച് 1000 10,000 എത്ര തലകളാണെങ്കിൽ അതെല്ലാം വായകൾ ഉപയോഗിച്ച് കൃഷ്ണനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ് സദാസമയം. എന്നിട്ടും സ്തുതികൾ തീരുന്നില്ല. അതേപോലെ ശേഷ കൃഷ്ണനെ സേവിക്കുന്നു ബെഡായിട്ട് അല്ലേ, അല്ലെങ്കിൽ കിടക്കുക. കൃഷ്ണൻ്റെ റെസ്റ്റിംഗ് പ്ലേസാണ് ശേഷ സംഘർഷൻ. അപ്പോൾ സേവനം ചെയ്യുന്നു. അനന്ത ബ്രഹ്മാണ്ഡേ രുദ്ര സദാശിവേര അംശ ഗുണാവതാര തേഹോ സർവദേവ അവതാംശ. ഹരേ കൃഷ്ണ. ഓ നമോ ഭഗവതേ വാസുദേവായ. അനന്ത ബ്രഹ്മാണ്ഡേ രുദ്ര സദാശിവേര അംശ ഗുണാവതാര തേഹോ സർവദേവ അവതംസ. വിവർത്തനം ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് കി ജയ്. സദാശിവന്റെ വിസ്തരണവും അനന്ത ബ്രഹ്മാണ്ഡങ്ങളിലെല്ലാം ആവിർഭവിക്കുന്നവനുമായ രുദ്രൻ ഗുണാവതാരവും അനന്തമായ ബ്രഹ്മാണ്ഡങ്ങളിലെ ദേവഗണങ്ങളുടെയും അലങ്കാരവുമാകുന്നു. ഭാവാർത്ഥം രുദ്രൻ അഥവാ പരമശിവന് 11 വിസ്തരണങ്ങളുണ്ട്. അവ താഴെ കൊടുക്കുന്നു. അജയ് കപാത്, അഹിബ്രദ്നൻ, വിരൂപാഷൻ, രൈവതൻ, ഹരൻ, ബഹുരൂപൻ, ദേവശ്രേഷ്ഠ, ത്രയംബകൻ, സാവിത്രൻ, ജയന്തൻ, പിനാകി, അപരാജിതൻ. ഈ വിസ്തരണങ്ങൾ കൂടാതെ രുദ്രന് ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, സൂര്യൻ, ചന്ദ്രൻ, സോമയാജി എന്നിങ്ങനെ 8 രൂപങ്ങളുമുണ്ട്. പൊതുവെ ഈ രുദ്രന്മാർക്കെല്ലാം 5 മുഖവും 3 കണ്ണും 10 കൈയുമുണ്ട്. രുദ്രനെ ചിലപ്പോൾ ബ്രഹ്മാവിനോട് താരതമ്യം ചെയ്യപ്പെടുകയും ഒരു ജീവസ്യത്തെ കരുതുകയും ചെയ്യുന്നതായി കാണുന്നു. പക്ഷേ രുദ്രനെ പരമപുരുഷനായ ഭഗവാന്റെ ഭാഗിക വിസ്തരണമായി വിശകലനം ചെയ്യുമ്പോൾ അദ്ദേഹത്തെ ശേഷനോട് താരതമ്യപ്പെടുത്തുന്നു. പരമശിവൻ അതിനാൽ ഒരേ സമയം വിഷ്ണു ഭഗവാന്റെ വിസ്തരണവും സൃഷ്ടിയെ സംഹരിക്കാനുള്ള ഭാവത്തിൽ അദ്ദേഹം ജീവസത്യവുമാണ്. വിഷ്ണുവിന്റെ വിസ്തരണം എന്ന നിലയിൽ അദ്ദേഹം ഹരൻ എന്ന് വിളിക്കപ്പെടുകയും ത്രിഗുണങ്ങൾക്ക് അതീതനുമാണ്. പക്ഷേ തമോ ഗുണവുമായി സമ്പർക്കത്തിലാകുമ്പോൾ അദ്ദേഹം പ്രകൃതി ഗുണങ്ങളാൽ മലിനപ്പെടുന്നതായി തോന്നിക്കുന്നു. ശ്രീമദ് ഭാഗവതത്തിലും ബ്രഹ്മസംഹിതയിലും ഇത് വിശദീകരിച്ചിട്ടുണ്ട്. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിൽ ഭൗതിക പ്രകൃതി നിഷ്ക്രിയയായി അപകടാവസ്ഥയിലായിരിക്കുമ്പോൾ രുദ്രൻ അവളുമായി എല്ലായ്പ്പോഴും സഹവസിക്കുന്നതായും പ്രകൃതി ഗുണങ്ങൾ വിഷുബ്ധാവസ്ഥയിലാകുമ്പോൾ അദ്ദേഹം അകലെ നിന്ന് ഭൗതിക പ്രകൃതിയുമായി ബന്ധപ്പെടുന്നതായും പ്രസ്താവിച്ചിരിക്കുന്നു. ബ്രഹ്മസംഹിതയിൽ വിഷ്ണുവും ശിവനും തമ്മിലുള്ള ബന്ധത്തെ പാലും തൈരും തമ്മിലുള്ള ബന്ധത്തോട് താരതമ്യം ചെയ്യുന്നു. പാൽ ഒരു പ്രത്യേക ചേരുവയിലൂടെ തൈരായി മാറുന്നു. പാലിലും തൈരിലും ഒരേ ഘടക പദാർത്ഥങ്ങളാണ് ഉള്ളതെങ്കിലും അവയുടെ ധർമ്മങ്ങൾ വ്യത്യസ്തമാണ്. അതുപോലെ ശിവൻ വിഷ്ണുവിന്റെ വിസ്തരണമാണെങ്കിലും ഭൗതിക സൃഷ്ടിയുടെ സംഹാരത്തിൽ പങ്കാളിയാകുന്നതിനാൽ അദ്ദേഹം വ്യത്യസ്തനായി പരിഗണിക്കപ്പെടുന്നു. പാൽ തൈരായി മാറുന്നത് പോലെ പരമശിവൻ ചിലപ്പോൾ ബ്രഹ്മാവിന്റെ ശിരസ്സുകളിൽ നിന്നും മറ്റു ചിലപ്പോൾ വിഷ്ണുവിന്റെ ശിരസിൽ നിന്നും ആവിർഭവിക്കുന്നതായി പുരാണങ്ങളിൽ കാണുന്നു. സംഹാരകനായ രുദ്രൻ സൃഷ്ടിയെ ദഹിപ്പിക്കാനുള്ള സംഹാരാഗ്നി
അഗ്നിയിലും സംഘർഷണലിലും നിന്നും ജനിക്കുന്നു. വായുപുരാണത്തിൽ വൈകുണ്ഠ ലോകങ്ങളിൽ ഒന്നിന് സദാശിവനെ കുറിച്ച് വിവരണമുണ്ട്. ആ സദാശിവൻ ലീലകൾക്ക് വേണ്ടിയുള്ള കൃഷ്ണന്റെ നേർവിസ്തരണമാണ്. സദാശിവൻ അല്ലെങ്കിൽ ശംഭു വൈകുണ്ഠ ലോകത്തിലെ സദാശിവനിൽ അതായത് വിഷ്ണുവിൽ നിന്നുള്ള ഒരു വിസ്തരണമാണെന്നും അദ്ദേഹത്തിന്റെ പത്നി മഹാമായ രമാദേവിയുടെ അഥവാ ലക്ഷ്മിയുടെ ഒരു വിസ്തരണമാണെന്നും പറയപ്പെടുന്നു. ഭൗതിക പ്രകൃതിയുടെ മൂലം അഥവാ ജന്മസ്ഥാനം മഹാമായയാണ്. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു. രുദ്രൻ ശംഭു മഹാദേവനെ കുറിച്ച് പറയുന്നു ഈ ശ്ലോകത്തിൽ. ഗുണാവതാരമായിട്ട് വരുന്ന ശംഭു ആക്ച്വലി അദ്ദേഹം സദാശിവന്റെ വിസ്തരണമാണ്. സദാശിവൻ എവിടുന്ന് വരുന്നു എന്നുള്ളത് വായുപുരാണത്തിൽ പറയുന്നു എന്നുള്ളത് ഇവിടെ പറയുന്നു. കൃഷ്ണൻ്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ഡയറക്റ്റ് എക്സ്പാൻഷനാണ് സദാശിവൻ. വൈകുണ്ഠ ലോകങ്ങൾ നമ്മളിത് പറഞ്ഞിട്ടുണ്ട്. സദാശിവൻ ചതുർഭുജ രൂപത്തിലുള്ള സദാശിവനുണ്ട് എന്നുള്ളത്. ആ സദാശിവനിൽ നിന്നാണ് പിന്നെയുള്ള എക്സ്പാൻഷൻസ് വരുന്നത്. 11 രുദ്രന്മാരും അതേപോലെ തന്നെ ഈ സംഹാരത്തിന് ഉള്ള രുദ്രനൊക്കെ എല്ലാം വരുന്നത് സംഘർഷനിൽ നിന്നാണ്. അവസാനത്തെ ചതുർവ്യൂഹത്തിലെ സംഘർഷനിൽ നിന്നാണ് പിന്നീടുള്ള ഈ സദാശിവൻ വരുന്നത്. സദാശിവൻ്റെ എക്സ്പാൻഷൻസ് ആണ് ബാക്കിയുള്ളവർ ബേസിക്കലി. സോ അവർ ഭൗതിക ലോകത്തിലെ ഈ പറയുന്ന സംഹാരം എന്ന് പറയുന്ന ആ ഒരു ദൗത്യം അതിൽ സദാശിവൻ എടുക്കുന്നു. പിന്നെ വേറൊരു കാര്യം പറയുന്നു, സദാശിവനല്ല, സദാശിവൻ്റെ എക്സ്പാൻഷൻസ് രുദ്ര അല്ലെങ്കിൽ ശംഭു. മഹാമായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവി, അപ്പോൾ ദുർഗാദേവി ലക്ഷ്മി ദേവിയുടെ എക്സ്പാൻഷനും ശിവൻ വിഷ്ണുവിൻ്റെ എക്സ്പാൻഷനും. അപ്പോൾ ഇത് നമ്മൾ ഓർക്കുക. അതുകൊണ്ട് അവർ ആക്ച്വലി രണ്ടുപേരും ഈ സൃഷ്ടിയുടെ കാര്യത്തിൽ സേവനം ചെയ്യുന്നുണ്ട് അല്ലേ? നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് അതെന്നുള്ളത്. സോ നമ്മൾ ഈ രണ്ട് വ്യക്തികളെയും, ദുർഗാദേവിയും അതേപോലെ മഹാമായ അല്ലെങ്കിൽ ശംഭു അല്ലെങ്കിൽ ശിവൻ, ഭഗവാൻ ശിവനെ ചെറുതായിട്ട് കാണാൻ പാടില്ല. അവർ ദേവീ ദേവതമാരിൽ വെച്ച് അവർക്ക് ഏറ്റവും വലിയ സ്ഥാനം തന്നെയാണ് ഉള്ളത്. മറ്റുള്ള ദേവീ ദേവതമാരിൽ വെച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മാവിനേക്കാൾ കൂടുതൽ സ്ഥാനമുണ്ട് അവർക്ക്. കാര്യം അവർ ഡയറക്റ്റ് ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയൊക്കെ എക്സ്പാൻഷൻസ് ആണ്, വിസ്തരണങ്ങളാണ്. എന്നാൽ ബ്രഹ്മാവ് ജീവാത്മാവാണ്. അതാണ് വ്യത്യാസം. ഓക്കെ അവസാനത്തെ ശ്ലോകം ഇന്നത്തെ. തേഹോ കരേന കൃഷ്ണേര ദാസ്യ പ്രത്യാശ നിരന്തര കാഹേ ശിവ മുനി കൃഷ്ണദാസ. ഹരേ കൃഷ്ണ. തേൻ ഹോ കരേന കൃഷ്ണേര ദാസ്യ പ്രത്യാശ നിരന്തര കഹേ ശിവ മോയി കൃഷ്ണദാസ. വിവർത്തനം ബൈ AC ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. അദ്ദേഹം കൃഷ്ണ ഭഗവാന്റെ ഒരു ദാസനാകാൻ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. ശ്രീ സദാശിവൻ എല്ലായ്പ്പോഴും പറയുന്നു, ഞാൻ കൃഷ്ണന്റെ ദാസനാണ്. ഹരേ കൃഷ്ണ. മുയി കൃഷ്ണദാസ. സദാശിവൻ എപ്പോഴും പറയുന്നു ഞാൻ കൃഷ്ണന്റെ ദാസനാണ് എന്നുള്ളത്. അപ്പോൾ അദ്ദേഹവും സദാശിവനും അഭിമാനത്തോടു കൂടി പറയുന്നു ഞാൻ കൃഷ്ണന്റെ ദാസനാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. സോ എല്ലാവരും ഏക കൃഷ്ണ ആരസഭ ഭൃത്യ, ഏകല ഈശ്വര കൃഷ്ണ ആരസഭ ഭൃത്യ. ബാക്കി എല്ലാവരും ഭൃത്യരാണ്. കൃഷ്ണൻ തന്നെയാണ് ഈശ്വരൻ അല്ലെങ്കിൽ പരമേശ്വരൻ, പരമദിവ്യോത്തമ പുരുഷൻ. ഓക്കെ ബാക്കിയുള്ള ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. श्री चैतन्य चरितामृत की जय, श्रील कृष्णदास कविराज गोस्वामी की जय, जगत गुरु श्रीला प्रभुपाद की जय, श्रील गुरुदेव की जय, गौर भक्त वृंद की जय, गौड़ी गुरु वृंद की जय, निताय गौर प्रेमानंदे. हरे कृष्ण. थैंक यू.